വെടിനിർത്തലിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ക്ലീൻ ചെയ്ത് തുടങ്ങിയെന്ന് കേൾക്കുന്നു. അതായത് ഇസ്രായേലിനോട് ചേർക്കാനുള്ള, വെസ്റ്റ് ബാങ്കിനെ ചേർക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണോ ഇസ്രായേൽ ചെയ്യുന്നത്? അത് അവരുടെ ആണ് ബബിത. ചേർക്കാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾറെഡി അവരുടെ കയ്യിലാണ് വെസ്റ്റ് ബാങ്ക്. അവിടെ ഈ പറഞ്ഞ അറബികൾ കുറച്ച് പേരുണ്ട്. അവരുടെ ഫത്താ പാർട്ടി, നമ്മളുടെ പഴയ യാസർ അറാഫത്തിൻ്റെ ഫത്താ പാർട്ടി, അവർക്ക് ഒരു സ്വയംഭരണം, ഒരു ലിമിറ്റഡ് സ്വയംഭരണം ഈ ഗസയിൽ ഫത്താ പാർട്ടിയായിരുന്നു. ആ ഫത്താ പാർട്ടിയെ ഉരുട്ടിയിട്ടിട്ടാണ് ഈ തെമാടി ഹമാസ് കയറി വന്നത്. അപ്പോൾ അത് ഇസ്രായേൽ ഇങ്ങനെ മാനേജ് ചെയ്യുന്നു, അവരുടെ ഉള്ളിൽ തന്നെയാണ്. ബട്ട് ഒരു സ്വയംഭരണ പ്രദേശം, അതിൽ കവിഞ്ഞൊന്നുമില്ല ഈ വെസ്റ്റ് ബാങ്ക്. ആ പ്രദേശം മുഴുവൻ അവരെ ഓടിച്ചതിനെ കയ്യും കണക്കുണ്ടോ ഈ ജൂതന്മാരെ. 2000 വർഷം ഒരു രാജ്യമില്ലാതെ അവർ തേണ്ടിത്തിരിഞ്ഞു. ഇവർ ഈ നമ്മുടെ ഇറാഖിലെ യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദി, അവിടെ ഇവരെ ബന്ദികളായിട്ട് താമസിപ്പിച്ചിരുന്നു യഹൂദരെ. അന്ന് അവർ ബൈബിളിൻ്റെ ഓർമ്മയിൽ ഉണ്ടാക്കിയൊരു പാട്ട്, അത് ബോണിയം ഇറക്കിയിരുന്നു. ഹാവ് യു ഹേർഡ് ദാറ്റ്? അത് ഭയങ്കര പഞ്ചിങ് സോങ് ആണ്. ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ. അത് ഞാൻ യു ഹാവ് ടു ലിസൺ ടു ദാറ്റ്. സയണിനെ ഓർക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇവർ സയണിസ്റ്റുകൾ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അന്ന് ഈ ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഈ യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദീ തീരത്തുള്ള ഒരു ചെറിയ നഗരമായിരുന്നു ബാബിലോൺ എന്ന്. അവിടെയാണ് ഇവരെ ക്യാപ്റ്റീവായിട്ട് വെച്ചുകൊണ്ടിരുന്നത്. കരളലിയിക്കുന്ന കഥയാണ് ഇസ്രായേലുകാരുടെ. അതാരും മൈൻഡ് ചെയ്യുന്നില്ല, കാരണം അവരിപ്പോൾ ആമ്പിള്ളേരെ പോലെ ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് 2000 വർഷത്തെ അവരുടെ കഷ്ടപ്പാടില്ലാതെ പോയി. 1948 ഇസ്രായേൽ സ്ഥാപിച്ചപ്പോൾ അവരാദ്യം പാസ്സാക്കിയ പ്രമേയം ഭാരതത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. ഭൂലോകം മുഴുവൻ അവരെ അടിച്ചോടിച്ചപ്പോൾ ഇന്ത്യയിൽ അവർക്ക് നമ്മൾ അഭയം കൊടുത്തു, ഇവിടെ താമസിക്കണം പറഞ്ഞു. അവർ ഡീസൻ്റായിട്ട് താമസിച്ചു. ഇവിടെ കൊച്ചി എസ്കോഡർ ജൂതനാണ്. എസ്കോഡർ എന്ന ജൂതന് ആയിരുന്നു കൊച്ചിയിലെ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കോഡറിൻ്റെ ആയിരുന്നു. അന്ന് ചെമ്പിൻ്റെ കമ്പിയാണ്. അത് ഏകദേശം 1971 വരെ ഉണ്ടായിരുന്നു. പിന്നെ KSEB ഒക്കെ ഫോം ചെയ്ത് ഈ ചെമ്പെല്ലാം പറിച്ച് വിറ്റ് കളു പിടിച്ചിട്ട് അലുമിനിയം കമ്പി ഇട്ടു. അന്ന് കോഡർ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും കറണ്ട് പോകില്ല. കറണ്ട് പോയാൽ ഏറിയാൽ 10 മിനിറ്റ് അത് ശരിയാക്കിയിരിക്കും. അന്ന് ഇൻ്റർനെറ്റ് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് കോഡറിൻ്റെ പേരിൽ ഏതെങ്കിലും ബാങ്കിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ മാസത്തിലൊരിക്കൽ നിങ്ങൾ കറണ്ട് ചാർജ് അടച്ചാൽ മതി. അത് തിങ്കളാഴ്ച മാത്രമേ എടുക്കുകയുള്ളൂ, ചൊവ്വാഴ്ച മാത്രമേ, ഒന്നുമില്ല. നിങ്ങൾ ക്യൂ നിൽക്കേണ്ട. ഏതെങ്കിലും ബാങ്കിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ അടയ്ക്കുക. അന്ന് ഈ കമ്പ്യൂട്ടർ കണക്റ്റിനല്ല ബ്രാഞ്ച്. ബട്ട് കോഡറിൻ്റെ സ്റ്റാഫ് ഇത് എല്ലായിടത്തും പോയിട്ട് ആരൊക്കെ എവിടേക്ക് എന്തൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. തോപ്പുംപടിയിൽ വലിയൊരു കടയുണ്ടായിരുന്നു എസ്കോഡറിൻ്റെ. നമ്മളുടെ ഈ മാളിനെയൊക്കെ തോൽപ്പിക്കുന്ന എന്ത് സാധനവും കോഡറിൻ്റെ കടയിൽ കിട്ടും. എവിടെയെങ്കിലും ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ അയാൾ പറയും കോഡറിൻ്റെ അടുത്ത് നോക്കുക കേട്ടോ, അവിടെ ഉണ്ടാവും. കോഡറിൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അങ്ങേക്ക് കൊണ്ടുവന്ന് തരും. അപ്പോൾ അവരെയൊക്കെ വിമാനം കയറ്റി വിട്ടു. എല്ലാവരും കൊച്ചിയിൽ നിന്ന് പോയി. കോട്ടയത്തെ ഇലക്ട്രിക് സപ്ലൈ നമ്മുടെ മരിക്കാർ മോട്ടോഴ്സില്ലേ, ആ മരിക്കാരുടെ ആയിരുന്നു കോട്ടയത്തെ ഇലക്ട്രിക് സപ്ലൈ. അതും 71 72 മറ്റോ സർക്കാരങ്ങ് ഏറ്റെടുത്തു. അതോടെ തുടങ്ങി കോട്ടയത്തിൻ്റെ ദുരിതം. കൊച്ചിയുടെ ദുരിതവും അതുപോലെ തുടങ്ങി. ദിസ് വാസ് ദാറ്റ് സൊസൈറ്റി. ചേർത്തലയിൽ വെട്ടക്കൽ കോച്ച എന്ന് പറഞ്ഞിട്ട് 2500 ഏക്കർ ഭൂമി കൃഷി ചെയ്ത ആൾ. അവരുടെ ഫാമിലിയിലെ ലാസ്റ്റ് ഗ്രാൻഡ് ഓൾഡ് ലേഡി അടുത്ത കാലത്ത് മരിച്ചു. അവരുടെ ഫോട്ടോ ഒക്കെ ആയിട്ട് മനോരമയിൽ ഫീച്ചർ വന്നിരുന്നു ആ സ്ത്രീയുടെ. തറവാടികളാണ്. വെട്ടക്കൽ കൊച്ച അവിടുത്തെ വലിയ കാർഷിക ഭൂപ്രഭുവായിരുന്നു. ബട്ട് ഇവർ ഈ പുന്നപ്രവയിലാർ സമരം അത് ഇതെന്ന് പറഞ്ഞിട്ട് കോച്ചയുടെ നെഞ്ചത്തേക്ക് ആരും കയറിയിട്ടില്ല.
കൊച്ചയ്ക്ക് നോക്കത്താ ദൂരത്ത് തെങ്ങും തോപ്പും അതുപോലെ തന്നെ നെൽകൃഷിയുണ്ടായിരുന്നു. അതായിരുന്നു ജൂതന്മാർ. എന്തിനാണ് ജൂതന്മാരോട് നമ്മളൊരു വെറുപ്പ് കാണിക്കുന്നത് എനിക്കറിയില്ല. 1978 ബോണിയം ഈ പാട്ടിറങ്ങിയപ്പോൾ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് അവരുടെ സങ്കടം. അപ്പോഴാണ് ഞാനിത് അന്വേഷിക്കുന്നത്, ആരാ ഇത്ര ഹൃദയം പൊട്ടി നിലവിളിക്കുന്നവർ. യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇസ്രായേൽ. ഒരു ദ്രോഹവും അവർ ലോകത്തിന് ചെയ്തിട്ടില്ല. അവരെ ഹിറ്റ്ലർ കൊന്നൊടുക്കി. അവർക്കിപ്പോൾ ജർമ്മനിയോട് എന്തെങ്കിലും വിരോധമുണ്ടോ ജൂതന്മാർക്ക്? ഇല്ലല്ലോ. നിങ്ങളെ ഞങ്ങളെ കൊന്നവരാണെന്ന് പറഞ്ഞു. നോ, അവർ കണക്ക് തീർക്കാൻ പോകാറില്ല. അവരെ ഉപദ്രവിച്ചാൽ മാത്രമേ അവർ തിരിച്ച് ഉപദ്രവിക്കാറുള്ളൂ. ഈ ഒക്ടോബർ 7 ഈ യഹ്യാ സിൻവറും കൂട്ടർക്കും ഈ ഹമാസിന് വല്ല കാര്യം ഉണ്ടായിരുന്നു അവരെ ചൊറിയാനായിട്ട്. ആൻഡ് നൗ ദേ ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി അവർ തിരിച്ചടിക്കുന്നു. ഇനി അവർ ഗാസ കൊടുക്കുന്ന പ്രശ്നമില്ല, വെസ്റ്റ് ബാങ്ക് കൊടുക്കുന്ന പ്രശ്നമില്ല. മതിയായി അവർക്ക്. വർഷം എത്രയായി? 1948 മുതൽ അവരെ ഇല്ലാതാക്കാനായിട്ട് എല്ലാവരും കൂടെ ശ്രമിച്ചു. 1967 ഭയങ്കര യുദ്ധം. അപ്പോൾ അന്ന് ഈജിപ്റ്റ്, ഇറാൻ, ഇറാഖ്, സിറിയ, സൗദി അറേബ്യ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ചു അവരെ. എന്നിട്ട് അവർ കൂടുതൽ സ്ഥലവും പിടിച്ചിട്ട് അവർ ഇസ്രായേൽ ഒന്നുകൂടെ വലുതാക്കി. അതോടെയാണ് ബാക്കിയുള്ളവർക്ക് ഇനിയിപ്പോൾ സമാധാനമാണ് നല്ലത്. ഓരോ തവണ യുദ്ധം നടക്കുമ്പോഴും ഇസ്രായേൽ വലുതായി വരുന്നു. അത് കഴിഞ്ഞ് ക്യാമ്പ് ഡേവിഡ് കരാർ അത് ഇതെന്നൊക്കെ പറഞ്ഞുണ്ടാക്കി. അതൊന്നും നിലനില്ല. കാരണം ഈ പറഞ്ഞ ടീമിനുണ്ടല്ലോ, ഈ പാലസ്തീനികൾ എന്ന് പറഞ്ഞ ആൾക്കാർ അവർ സാധാരണ മുസ്ലിങ്ങളാണ്. പാലസ്തീൻ മുസ്ലിമിന് കൊമ്പൊന്നുമില്ല. ഇവർ ഈ കച്ചറ അവസാനിപ്പിക്കാൻ തയ്യാറാണ്. ഇവർക്ക് ഫ്രം റിവർ ടു സീ, എന്നുവെച്ചാൽ അപ്പുറത്തുള്ള നദിയുണ്ടല്ലോ ജോർദാൻ നദി മുതൽ ഈ മെഡിറ്ററേനിയൻ സീ വരെ ഞങ്ങളുടെയാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ സാധനം പാടില്ല. ആംസ് എന്ന് പറഞ്ഞിട്ട് PSALMS അതാണ് അതിൻ്റെ സ്പെല്ലിംഗ് എന്ന് തോന്നുന്നു. ബൈബിളിൽ നിന്ന് എടുക്കുന്നതാണ്. അതിൽ നിന്നാണ് ഈ പാട്ട് അവർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ദാറ്റ് ഓൾഡ്. ഇസ്ലാമിന് അവരുടെയും കുറേ കഥകളൊക്കെ പറയാനൊക്കെ ഉണ്ട്. ബട്ട് ദെൻ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കുക, ജെറുസലേം ആരുടെയാണ്? ജെറുസലേം മുസ്ലിങ്ങളുടെ അല്ലല്ലോ. നമുക്കെല്ലാം അറിയാം, ജനറൽ നോളജാണ്. ബട്ട് ദെൻ അങ്ങനെയല്ല. അത് പറഞ്ഞിട്ടുണ്ട്, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ലുക്ക്, ഈ ഇതിൻ്റെ സീക്വൻസ് എടുത്താലുണ്ട്. ആദ്യം ഉണ്ടായത് ബൈബിളും അതിനോടനുബന്ധിച്ച പുസ്തകങ്ങളും ഒക്കെയാണ്. അതിൽ നിന്ന് കുറേ സാധനം എടുത്തിട്ടാണ് ഖുറാൻ ഉണ്ടാകുന്നത്. ബൈബിളിലെ എബ്രഹാം, ഖുറാനിലെ ഇബ്രാഹിം. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ബൈബിളിൽ മോശ പോലും ഇസ്രായേലിലെ അല്ല ജൂതരുടെ ബാങ്കുവിളിയോട് അവരുടെ പ്രാർത്ഥന. ഇസ്രായേലിലെ മോശ, ഇവരുടെ മൂസ, ഇടയ്ക്ക് മോസസ് ഇംഗ്ലീഷിൽ പറയും. ഇതൊക്കെ തന്നെ ഇപ്പോൾ ജൂതവിരോധം മൂത്ത് കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ ജൂതന്മാർ അവരെല്ലാവരും ചുറ്റും നിന്നാണ് അവരുടെ ആളിനെ കുഴിയിലിറക്കി മൂടുന്നത്. അപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമ്മളെല്ലാവരും ഇരുന്ന് ഇത് ചെയ്യാം. അപ്പോൾ പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ജൂതന്മാർ മീശ വയ്ക്കുന്നു, താടിയില്ല. അപ്പോൾ ഇവർ മീശ വടിച്ചു താടി വെച്ചു. നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയൊക്കെ കണ്ടിട്ടില്ലേ? ഒറിജിനൽ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീശയില്ല, താടി വയ്ക്കും. അതിന് കാരണം ഇതേ ഉള്ളൂ, ജൂതൻ ചെയ്യുന്നതിന് വിരുദ്ധമായിട്ട് ചെയ്യുക, ഇത്രേ ഉള്ളൂ. കേരളത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വലത്തോട്ട് മുണ്ടെടുക്കുന്നു, അതുകൊണ്ട് മുസ്ലിങ്ങൾ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നു. ഇത് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ഇടത്തോട്ടാണ് മുണ്ടെടുക്കുന്നത്. അതിവിടെ അറിഞ്ഞൂടാ. അതോ ഇനി തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ ഇവർ തിരിച്ച് വലത്തോട്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രാന്താണിത്. ബട്ട് ഡിസെൻഡൻസ് ആണ് ഇവരെല്ലാം. ഒരു തരം കോബ്രദേഴ്സാണ്. അതിൽ വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, വഴക്കുകളൊക്കെയാണ്. ബട്ട് ദെൻ നൗ ഇസ്രായേൽ, ദ എക്സിസ്റ്റൻസ് ഓഫ് ഇസ്രായേൽ ഈസ് എ ഫോർഗോൺ കൺക്ലൂഷൻ. no one on earth can destroy Israel. ആൻഡ് അത് ചെയ്യാനും പാടില്ല. അത്രയധികം അവർ സഹിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ രാജ്യമാണ്. ഈ അറബികളും മടിയന്മാരും മണ്ടന്മാരുമായിരുന്നു. എങ്ങനെയാണ് ഇസ്രായേൽ ഇവർ ആദ്യം തുടങ്ങിയതെന്നറിയാമോ?
കാശ് കൊടുത്ത് ഭൂമി മേടിച്ചു. മരുഭൂമിയല്ലേ, പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ അങ്ങ് വിറ്റു. 10,000 ഏക്കർ ഭൂമിയുണ്ട്. ശരി, ഞാനൊരു 5,000 രൂപ തരാം. 5,000 ഈ മണലാരണി ആർക്ക് വേണം? ഇങ്ങനെയാണ് ഇസ്രായേൽ ആദ്യം കാശ് കൊടുത്താണ് അവരുടെ രാജ്യം ഉണ്ടാക്കുന്നത്. ദെൻ സ്ലോലി ദേ ഡെവലപ്ഡ്. ദിസ് ഈസ് ദ വേ ദേ എംപ്ലോയ്ഡ്. ബട്ട് ഫോർ 2000 years അവരുടെ രാജ്യം എന്നുള്ള വികാരം അവർ കൊണ്ടുതള്ളുന്നു. ഇങ്ങനെ അവരെ പൂട്ടിയിട്ട സ്ഥലത്തുനിന്ന് മനോഹരമായ പാട്ട് അവരുണ്ടാക്കി. സോ ദാറ്റ് തലമുറകളോളം, ഇപ്പോൾ ബോണി എം 1978 ഇറങ്ങിയ പാട്ടാണ്. യു സി, ഈ പാട്ട് യൂട്യൂബിൽ കണ്ടിരിക്കുന്നത് 340 മില്യൺ ആൾക്കാരാണ്. 340 മില്യൺ ഇപ്പോൾ. ദാറ്റ് ഈസ് ദ റീച്ച് ഓഫ് ദാറ്റ്. ഈ ദുഃഖത്തിന് വല്ലാത്ത റീച്ചാണ്. സന്തോഷം ഇടയ്ക്ക് വെച്ച് തീർന്നു പോകും. ദുഃഖത്തിന് അസാമാന്യമായ റീച്ചാണ്, അസാമാന്യമായ ജീവനാണ്. അതുകൊണ്ടാണ് മനുഷ്യർ ഒരിക്കലും ദുഃഖം മറക്കാത്തതും സന്തോഷം പെട്ടെന്ന് മറന്നു പോകും. ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഉറ്റവാനെപ്പോൾ ചെന്ന് കഴിഞ്ഞാലും ബസ് കിട്ടില്ല എന്ന് പറയും. കിട്ടാറൊക്കെ ഉണ്ട്, അത് പക്ഷെ മറന്നു പോകും. അതൊരു ചെറിയ സന്തോഷമാണ്, അത് മറക്കും. കിട്ടാത്ത കാര്യം ഓർമ്മ നിൽക്കും, കിട്ടിയ കാര്യം മറക്കും. ഇത് ദുഃഖങ്ങളാണ് ശാശ്വതമായിട്ട് നിൽക്കുന്നത്, സുഖങ്ങളെപ്പോഴും ക്ഷണികമായിരിക്കും. എനിവേ, അതൊക്കെ ഫിലോസഫിയാണ്. ബട്ട് ഫാക്ട് ഈസ് ദാറ്റ് യു കനോട്ട് ഡിസ്ട്രോയ് ഇസ്രായേൽ. അതിപ്പോൾ വെസ്റ്റ് ബാങ്ക് ആണെങ്കിലും ഗാസയാണെങ്കിലും. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സമാധാനം കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് നോക്കാം. നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.